മൂന്നാമത്തെ റൗണ്ട് മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. മത്സരത്തിന് മുമ്പ് പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന മിസ്റ്റർ ജിമ്മി ജോർജ്. പിച്ച് കുറച്ച് ക്രാക്സ് വീണതിന് മൂലം പ്രവീണിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. എന്തായാലും ഇതാ മത്സരം പുനരാരംഭിക്കാൻ പോവുകയാണ്. സോജൻ ഇതാ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാമപ്പ് ചെയ്ത രീതിയിൽ സോജനാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. മാറ്റോപരിയായി മിസ്റ്റർ രാജേഷ് മാധവൻ, മിസ്റ്റർ അഭിലാഷ് ബാബു. എതിർ നിരയിൽ നിൽക്കുന്നത് നമ്മുടെ ചൂണ്ടിയുടെ പൊന്നവന് പുത്രനായ നമുക്ക് മലേഷ്യ നമ്മുടെ ഈസാൻ ചേട്ടൻ ഇതാ ബാത്റൂമായിട്ട് ഇതാ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതാ പോകുന്നു, പോകുന്നില്ല. രണ്ടുപേരും അപ്പുറത്ത് എഡിറ്റുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിന്റെ മസിൽ കണ്ട് പ്രവീൺ സോജന്റെ മസിൽ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ മത്സരം ആരംഭിക്കാൻ പോകുന്നു. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവീണിന് എന്താണ് സംസാരിക്കാനുള്ളത്? ഇല്ല, സോറി, പ്രവീൺ മത്സരത്തിന് ചേർന്ന് സംസാരിക്കുന്നതാണ്. സോജൻ ഇപ്പോൾ കഴിഞ്ഞ അരമണിക്കൂറായി മസിലിന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. വീണ്ടും വേണം എന്നാണ് പുള്ളി പറയുന്നത്. തുല്യനിലയിൽ രണ്ടുപേരും തുല്യനിലയിൽ കൈവാക്കി പോട്ടെ, കൈവാക്കി ആരും ജയിക്കാം, ആരും ജയിക്കാം. ഇതാ മത്സരം, കൈഡ് ഇല്ല, രണ്ട് ഇല്ല, ഇതാ കൈവാക്കി പോട്ടെ. ഇതാ മത്സരം ഇല്ലില്ല. ഇതാ മത്സരം കഴിഞ്ഞത് മൂലം സ്വയം തോറ്റതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജയിച്ച നമ്മുടെ പ്രവീണിന്റെ മത്സരത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? മത്സരത്തിൽ തോറ്റു തുന്നം പാടിയ സോജൻ എന്താണ് മത്സരത്തെ പറ്റി പറയാൻ? രാജേഷ് മാധവൻ എന്താണ് പറയാനുള്ളത്? സോജൻ തോറ്റിരിക്കുകയാണ് ഈ മത്സരത്തിൽ, പ്രവീൺ ജയിച്ചിരിക്കുകയാണ്. സോജൻ കോട്ടയത്തിന്റെ ഒരു അവമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അഭിലാഷ് ബാബുവിന് എന്താണ് പറയാനുള്ളത്? ബാബു, അതായത് സോജൻ കോട്ടയം സ്വഭാവം കാണിച്ചുകൊണ്ട് നമ്മുടെ കാണിയായ ഇസാനോട് പോകുന്നത്. ഇസാനിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പോൾ മത്സരത്തിന്റെ പരിചയപ്പെട്ട സോജന് നമ്മൾ ഒരു ചെട്ടിമാല ചെയ്യുന്നതാണ്. മത്സരം ഓവറായിരിക്കുന്നു. കഴിഞ്ഞ സമാപനം.